ഹംപി കമലാപുര റോഡിൽ ഉദ്ധാന വീരഭദ്ര ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ റോഡിൻ്റെ എതിർവശത്തായി കാണുന്നതാണ് ചണ്ഡികേശ്വര ക്ഷേത്രം. വിജയനഗര നിർമ്മാണ ശൈലിയുടെ സവിശേഷതകൾ പ്രകടമാക്കുന്ന ക്ഷേത്രത്തിന് തുറന്ന മഹാമണ്ഡപവും അർദ്ധമണ്ഡപവും അന്തരാളവും ഗർഭഗൃഹവും ഉണ്ട്. നിലവിൽ പ്രതിഷ്ഠ ഇല്ലാത്ത ശ്രീകോവിൽ മേൽക്കൂരയില്ലാത്ത നിലയിലാണ്. ഈ ശ്രീകോവിലിൻ്റെ സമാന ശൈലിയിലുള്ള ഒരു അമ്മൻ ശ്രീകോവിലും ഈ ക്ഷേത്ര ചുറ്റുമതിലിനകത്ത് തന്നെയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ തൂണുകളിലും മറ്റുമുള്ള വൈഷ്ണവ ശില്പങ്ങളും മറ്റും ഇതൊരു വൈഷ്ണവ ക്ഷേത്രമായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ്. എങ്ങനെയാണ് ഈ ക്ഷേത്രത്തെ ചണ്ഡികേശ്വര ക്ഷേത്രം എന്ന് വിളിക്കപ്പെടാൻ ഇടയായത് എന്നത് അജ്ഞാതമാണ്. മഹാമണ്ഡപത്തിൻ്റെ തൂണുകൾ വ്യാളി ശില്പവും സപ്പോർട്ടിംഗ് തൂണും ഉൾപ്പെടെ ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. മഹാമണ്ഡപത്തിൻ്റെ തൂണുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ശ്രീകോവിലാണ്, പ്രധാന ശ്രീകോവിൽ. അതിനകത്തിപ്പം വിഗ്രഹമൊന്നുമില്ല. അതിൻ്റെ സൈഡുകളിലുള്ള ദ്വാരപാല ശില്പങ്ങളൊക്കെ കാണുക. ഇത് പുറത്ത് നമ്മൾ ഇറങ്ങിയാൽ ഈ ചുറ്റുമതിലിനോട് ചേർന്ന് ഈ ശ്രീകോവിലിൻ്റെ വശങ്ങളിൽ നെടുനീളത്തിലുള്ള ഇതുമാതിരിയുള്ള കൽമണ്ഡപം കാണാം. ഇത് 3 വശവും ഇതേപോലെയുണ്ട്, ചുറ്റിലുമുണ്ട്. ആ കൽമണ്ഡപമൊക്കെ വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഈ കാണുന്നതാണ് അമ്മൻ ശ്രീകോവിൽ. ആ മുമ്പിൽ കാണുന്നത് അമ്മൻ ശ്രീകോവിലിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. ആ കൽമണ്ഡപത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഉണ്ടോ ഈ വാതിലിൻ്റെ സൈഡുകളിലുള്ള ശില്പങ്ങൾ? ഇതാണ് മഹാമണ്ഡപം. മഹാമണ്ഡപത്തിൻ്റെ ആ തൂണുകളിലുണ്ടോ വ്യാളികളൊക്കെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത്. അത് ഒറ്റ കല്ലിലാണ് ഇതിങ്ങനെ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ആ ശില്പ സൗകുമാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പുറത്താണ്. നമ്മൾ പുറത്ത് ഈ റോഡിന് വല്ലാത്ത വളവാണ്. ഇവിടെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്ത് പോയില്ല അപകടം. അതായത് ഇതൊരു ദീപസ്തംഭമാണ്. ആ ദീപസ്തംഭത്തിൻ്റെ ചുവട്ടിലും ചില ശില്പങ്ങൾ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഇളക്കി എവിടെയൊക്കെയോ കളഞ്ഞിരുന്നത് എവിടുന്നൊക്കെ പിന്നെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ ചാരി വെച്ചിട്ടുള്ളതാവും. അതിമനോഹരമാണ് കാണാൻ.